കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്തിൻ്റെ പരിശുദ്ധമായ വചനം നിങ്ങളുമായി പങ്കുവെക്കാൻ ഒരു പ്രാവശ്യം കൂടി ദൈവം എന്നെ സഹായിച്ചതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഈ ദിവസം പരിശുദ്ധ പുസ്തകത്തിലെ ഉൽപ്പത്തി പുസ്തകം ജനസിസ് 15-ാം അധ്യായം 5-ാം വാക്യം 15-ാം അധ്യായം 5-ാം വാക്യത്തിൽ നമുക്ക് ദൈവത്തിൻ്റെ ഒരു പരിശുദ്ധമായ ദൈവത്തിൽ ജനസിസ് ഉൽപ്പത്തി 15 11-ാം അധ്യായം 1 മുതൽ ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം 1 മുതൽ നമുക്കൊന്ന് വായിച്ചു നോക്കാം. നമുക്കവിടെ ഒരു മനുഷ്യനിർമ്മിതമായ ഒരു ടവറിനെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മനുഷ്യനിർമ്മിതമായ ഒരു ഗോപുരം. ഈ ഗോപുരം പണിയുന്നത് ആരാണെന്ന് നമുക്കതിന് വ്യക്തമറിയാം. അതായത് അതിൻ്റെ ചരിത്ര പശ്ചാത്തലം നമുക്ക് നോക്കുകയാണെങ്കിൽ, കർത്താവ് യഹോവയായ ദൈവം ഈ ഭൂമിയെ മുഴുവനായിട്ട് നശിപ്പിച്ചു. എന്തുകൊണ്ട്? പാപം പെരുകി മനുഷ്യൻ്റെ വക്രതയും മനുഷ്യൻ്റെ പാപങ്ങളും അനീതിയും അക്രമവും പെരുകിട്ട് എവിടെ നോക്കിയാലും അനീതിയും അക്രമവും, ദൈവമില്ലാത്തൊരു പ്രവർത്തനം. അതിൽ പ്രധാനപ്പെട്ടത് ദൈവമില്ലാത്ത പ്രവൃത്തിയാണ്. അനീതിയും അക്രമവും വിക്കറ്റ്നെസ്സൊക്കെ വരാൻ കാരണം ദൈവഭയമില്ലാതെ ദൈവചിന്തയില്ലാതെ വളരുന്നൊരു പ്രവർത്തനമാണത്. അതാണ് യഹോവയായ ദൈവം ഈ ഭൂമിയെ നശിപ്പിക്കുവാൻ, ഇല്ലാതാക്കുവാൻ വേണ്ടി പ്രചരിപ്പിച്ച തനിക്ക് അതാണ് കാരണം. ദൈവമില്ലാത്ത പ്രവർത്തനം, മനുഷ്യൻ്റെ വിക്കറ്റ്നെസ്, മനുഷ്യൻ്റെ പാപം പെരുകി സമസ്ത ഭൂമിയെ നശിപ്പിച്ചു. പക്ഷേ 8 പേരെ ദൈവം സ്പെയർ ചെയ്തു. ആ മഹാമാരിയിൽ നിന്നും, ആ അപകടത്തിൽ നിന്നും, ആ നശിപ്പിക്കൽ നിന്നും 8 പേരെ, നോഹയും കുടുംബത്തെയും, നോഹയും ഭാര്യയും അദ്ദേഹത്തിൻ്റെ മക്കളായ ഷേം, ഹാം, യാബേത്തും അവരുടെ ഭാര്യയെ 6 പേരും 8 പേരെ ആ ഡിസാസ്റ്ററിലൂടെ, ആ പ്രളയത്തിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തി. ഇവരുടെ സന്തതികളാണ് പിന്നെ ഈ ഭൂമിയിൽ പെറ്റുവരികയുണ്ടായത്. നാം ഈ 11-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം നാം വായിക്കുമ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തെ എല്ലാം കാണിക്കുന്നുണ്ട്. അതായത് നോഹയ്ക്ക് ശേഷം വരുന്ന ജനസന്തതി പരമ്പര. ഈ ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ഷേം, ഹാം, യാബേത്തിൻ്റെ പരമ്പരകളെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനുശേഷമാണ് ആ പരമ്പര ഒരുപക്ഷെ അന്ന് ജീവിച്ചിരുന്ന ഈ 11-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നതായ ആ ഗോപുരം പണിയുമ്പോൾ ഇങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് ഒരുപക്ഷെ അവർ അറിവില്ലായിരിക്കും. അതവർ 10-ാമത്തെയോ 11-ാമത്തെയോ തലമുറയാണ് പിന്നെ സന്തതി, ആ ജനങ്ങൾ പെരുകി വരിക്കുന്നത്. അവർ പറയുന്നത് എന്താണെന്നറിയാമോ? അവർ പറയുന്നത്, നമുക്കൊരു പേരുണ്ടാക്കാം എന്ന് അവർ പറഞ്ഞു. ലെറ്റ് us make a name for ourselves. നമുക്കൊരു പേരുണ്ടാക്കാം. നമ്മൾ ചിന്നിച്ചെതറി എങ്ങും പോകാതിരിക്കാൻ വേണ്ടി നമുക്കൊരു പേരുണ്ടാക്കാം. അതിൽ ദൈവത്തിൻ്റെ ഇന്റർഫിയറൻസ് എന്താ? ദൈവത്തിൻ്റെ ഇടപെടൽ എന്താ? ഒന്നുമില്ല. നമുക്കൊരു പേരുണ്ടാക്കാനാണ് അവർ പറഞ്ഞത്. നമുക്കൊരു പേരുണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് അവർ പണിതത് ഒരു വലിയൊരു ഗോപുരം പണിതു. ആ ഗോപുരത്തിന് സിഗാർട്ട് എന്ന് പറയും. അതായത് പിരമിഡിൻ്റെ കൂടെയാണ് സ്റ്റെപ്പുകളൊക്കെ ഉണ്ടാക്കി ഒരു വലിയൊരു ഗോപുരം ഉണ്ടാക്കി. എവിടെ പോയാലും നമുക്ക് ആ ഗോപുരം കണ്ടിട്ട് നമ്മളെല്ലാം ഒരുമിച്ച് കൂടണം. ഇതിനകത്ത് ദൈവത്തിൻ്റെ അപ്പം ആദ്യം ദൈവം ഈ ഭൂമിയെ നശിപ്പിക്കാൻ വേണ്ടി അക്രമവും അനീതിയും ദൈവമില്ലാത്തൊരു പ്രവൃത്തിയും ചെയ്തതിന് തുല്യമായിട്ടുള്ള പിന്നെ ഒരു പ്രവൃത്തി, നമുക്കൊരു പേരുണ്ടാക്കാം. അതിൽ ദൈവത്തിൻ്റെ ഇടപെടൽ എന്താണുള്ളത്? ദൈവത്തിൻ്റെ ഇടപെടൽ ഒന്നുമില്ല. വീണ്ടും ജനം പാപത്തിലേക്ക് പോകുന്ന ഒരു പ്രവണതയാണ് യഹോവയായ ദൈവം കണ്ടത്. വീണ്ടും ജനതകൾ യഹോവയായ ദൈവത്തെ മറന്ന് വീണ്ടും അവരുടെ പെരുമയും വർദ്ധിപ്പിച്ചിട്ട് വീണ്ടും അക്രമത്തിലേക്കും അനീതിയിലേക്കും ദൈവമില്ലാത്തൊരു പ്രവൃത്തിയിലേക്കും വീണ്ടും ജനം തിരിയുന്നു എന്ന് യഹോവയായ ദൈവം മനസ്സിലാക്കിയിട്ടാണ് സ്വർഗത്തിൽ നിറങ്ങി വന്ന് അവരുടെ ശ്രമത്തെ ഇല്ലാതാക്കിയത്. നമുക്ക് കാണാൻ സാധിക്കും. ഇതിനോട് സമമായൊരു വാക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഐസായ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം 13 മുതൽ 25-ാം അധ്യായം വരെ 25-ാം വാക്യം വരെ ഒരു സമമായ ഒരു വാക്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവർ പറയുന്നത് എങ്ങനെയാണ്? ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വെക്കും, ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ സമാഗമന പർവ്വതത്തിൽ ഞാൻ ഇരുന്നരുളും, ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും,
എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. എന്നാൽ നീ പാതാളത്തിലേക്ക് നാശകൂപത്തിൻ്റെ അടിയിലേക്ക് തന്നെ വീഴും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് പറഞ്ഞത് ആരാണ്? ദൈവത്തിൻ്റെ ശ്രേഷ്ഠ ദൂതന്മാരിൽ ഒരുത്തനാണ്. ദൈവത്തിൻ്റെ ആ ദൂതഗണങ്ങളിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞു പോയ ലൂസിഫർ എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ ദൂതനായിരുന്ന, ദൈവത്തിൽ തെറ്റിപ്പിരിഞ്ഞു പോയ ഒരു സാത്താനാണ് പറയുന്നത്. ഈ സാത്താനോട് സമമായ വാക്യമാണ് ഇവരും പറയുന്നത്. Let us make a name for ourselves. ഞാൻ സ്വർഗത്തിൽ കയറും, ഞാൻ ദൈവത്തിനോട് സമനാകും, ഞാൻ ഉത്തരം. ഇത് തന്നെയല്ല ഇവരും പറഞ്ഞത്. ദൈവത്തിൽ നിന്നും തെറ്റിയഴിഞ്ഞു പോയി ദൈവത്തിനെ സ്നേഹിക്കുകയോ അവനെ അറിയാതെയോ അവൻ്റെ ഭയത്തിലോ ജീവിക്കാത്ത രണ്ട് വാക്കുകളാണ്, രണ്ട് സെന്റൻസാണ് നമുക്കത്. ഒന്ന്, മനുഷ്യർ ദൈവം തൻ്റെ രക്ഷാപ്രവർത്തനത്തിൽ നിന്ന് അവരെ മോചിപ്പിച്ചത് ദൈവത്തിൻ്റെ സ്വന്തം ജനത, സ്വന്തം മക്കള് ദൈവത്തെ അറിയാതെ പോയി ജീവിക്കുന്നു, വീണ്ടും അവർ തെറ്റിലേക്ക് തിരിയുന്നു. അതുകൊണ്ടാണ് ദൈവം അങ്ങനെ അവരെ ഇറങ്ങി വന്ന് അവരുടെ ഭാഷ ഇല്ലാതാക്കുവാനും അവരെ ഈ വചനം ഈ സാത്താൻ്റെ നമുക്കറിയാം. സാത്താൻ്റെ ദൈവത്തിൻ്റെ പ്രധാനപ്പെട്ട ദൂതന്മാരായ ഗബ്രിയേൽ, മിഖായേൽ, അവർ ലൂസിഫർ. ഈ 3 ദൂതന്മാരിൽ ഒരാളാണ് ഈ ലൂസിഫർ എന്ന് പറഞ്ഞത്. ദൈവം മതിയായ അവനെ ഉത്തരവാദിത്തമുള്ള ജോലികൾ ഏൽപ്പിച്ചു. ഏദൻ തോട്ടത്തിൽ അവനെ ഇരുത്തുന്നത് നമുക്ക് സദൃശവാക്യം 8-ാമത്തെ 3-ാമത്തെ നമുക്ക് ഈ യഹോവയായ ദൈവം സാത്താനെ ഏൽപ്പിച്ച ആ പണികളെല്ലാം നോക്കണം. ഞാൻ സമ്പൂർണ്ണ സൗന്ദര്യപൂർണ്ണ ഉത്തരദിക്കിൻ്റെ സമാഗമന പർവ്വത്തിൽ അവനെ ഏദൻ തോട്ടത്തിൽ അവനെ ഇരുത്തിയവനെ, നിന്നെ തീർത്ത നാളിൽ നിന്നിലുള്ള തടങ്ങളുടെയും കൂടുകളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു. നീ ചിറകെ മറക്കുന്ന കെരൂബായിരുന്നു. ഞാൻ നിന്നെ വിശുദ്ധ ദേവപുരത്തിൽ ഇട്ടിരുന്നു. നീ അഗ്നിമയ രഥങ്ങളെ മധ്യേ സഞ്ചരിച്ചു പോന്നു. നിന്റെ സൗന്ദര്യ നിമിത്തം നിന്റെ ഹൃദയം ഗർവിച്ചു. നിന്റെ പ്രഭ നിമിത്തം നിന്റെ പ്രഭയെ വഷളാക്കി. അതുകൊണ്ട് ഞാൻ നിന്നെ നിലത്ത് തള്ളിയിട്ടു. ഇതുപോലെ സാത്താൻ ദൈവത്തിൻ്റെ ദൂതനായ ഈ ലൂസിഫറിനെ വലിയൊരു സ്ഥാനമാനങ്ങൾ കൊടുത്ത് അലങ്കരിച്ച് അവനെ ഇരുത്തിയെന്ന്. പക്ഷേ അവൻ്റെ അഹംഭാവം കൊണ്ടും ഞാനെന്ന ഭാവം കൊണ്ടും അവനെ ദൈവം തട്ടി. നോക്ക്, ദൈവത്തിൻ്റെ ജനതയ്ക്ക് അങ്ങനെ പോകുമ്പോൾ ദൈവനെ തടഞ്ഞ് താഴെ നിർത്തി ദൈവത്തിൻ്റെ മക്കളാകാൻ വേണ്ടി വീണ്ടും അവനെ ദൈവഭയത്തിൽ വളർത്തുവാനുള്ള ഒരു ശ്രമം മാത്രമായിരുന്നു അതെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. നമുക്ക് പരിശുദ്ധ സുവിശേഷത്തിലെ യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമുക്ക് ഒരു വചനം നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്നെ പറഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. യഹോവയായ ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചിട്ട് കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത്, എന്നെ പറഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അത് ദൈവത്തിൻ്റെ ശിഷ്യന്മാർക്കും നമുക്കെല്ലാവർക്കും നമുക്ക് കർത്താവ് കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. നമ്മുടെ ശ്രമങ്ങളെ ഏതെല്ലാം ശ്രമങ്ങൾ നമ്മൾ നടത്തുന്നു, എന്തെല്ലാം ശ്രമം നമ്മൾ നടത്തുന്നു, നമുക്ക് ദൈവത്തെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഭയത്തിലും അവനോടുള്ള ആകർഷണത്തിലും അവനോടുള്ള സ്നേഹത്തിലും അവനോടുള്ള സമർപ്പണത്തിലും നമ്മൾ എന്ത് ചെയ്താലും, എന്ത് പ്രവൃത്തി, അത് ചെറിയവനാകട്ടെ വലിയവനാകട്ടെ, വലിയ പ്രവർത്തനമാകട്ടെ നമുക്കറിയാവില്ല, വലിയ ശാസ്ത്രജ്ഞന്മാർ പോലും ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണ്. അവരുടെ ശാസ്ത്രങ്ങൾ, അവരുടെ കണ്ടുപിടുത്തങ്ങൾ, അവരുടെ ശ്രമങ്ങൾ, വലിയ ശ്രമങ്ങൾ, രാജ്യത്തിന് വേണ്ടിയായാലും എന്തിനു വേണ്ടിയാലും അവരുടെ ശ്രമങ്ങൾക്ക് അവരുടെ ദൈവത്തെ ആശ്രയിക്കുന്ന, അത് എന്ത് ദൈവമാകട്ടെ, അത് ആരുമാകട്ടെ, എന്തുപട്ടെ, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു പ്രവണത നമുക്ക് കാണാൻ സാധിക്കും. വലിയ അമേരിക്കയിലെ വലിയ ശാസ്ത്രജ്ഞന്മാർ അവരുടെ കണ്ടുപിടുത്തങ്ങൾ, അവരുടെ ശ്രമങ്ങളൊക്കെ ദൈവത്തിൽ മിക്കവാറും എല്ലാ ശാസ്ത്രജ്ഞന്മാരുടെയും അവർ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു പ്രവണത നമുക്ക് കാണാം. നമുക്കറിയാമല്ലോ, 1912 ഏപ്രിൽ 14 ഏപ്രിൽ 14-ാം തീയതി ലണ്ടനിൽ നിന്നും യാത്ര തിരിച്ച അമേരിക്കയിലേക്ക് യാത്ര തിരിച്ച വലിയൊരു കപ്പലിൻ്റെ സംഭവം നമുക്കറിയാം, അല്ലേ? ടൈറ്റാനിക്കിൻ്റെ കപ്പലിൻ്റെ കാര്യമാണെന്നാണ്. ലോകത്തിൽ അന്ന് വരെ ഉണ്ടാക്കിയ കപ്പലിനെക്കാളും ഏറ്റവും വലിയ കപ്പലും, അതായത് ലക്ഷറിയുടെ, സമൃദ്ധിയുടെയും സ്വന്തയുടെയും ഒരു മൂർത്തിമത് ഭാവമായിരുന്നു ആ വലിയ കപ്പൽ. ലക്ഷറിയസ് ഷിപ്പായിരുന്നത്. അത്രമാത്രം ലക്ഷറിയസ് ആയ ഒരു കപ്പൽ അന്ന് വരെ ഉണ്ടാക്കിയിട്ടില്ല. അതായിരുന്നു അതിൻ്റെ ചരിത്രം. അതിൻ്റെ ദാരുണ അന്ത്യത്തെ നമുക്കറിയാം. ഇപ്പം ഞാൻ പറഞ്ഞു, അവരെല്ലാം ദൈവത്തെ ആശ്രയിക്കാത്തവരൊന്നുമല്ല ഞാൻ പറയുന്നത്. അവർ ദൈവത്തെ ആശ്രയിക്കുന്നവരും 2223 യാത്രക്കാരെ കൊണ്ട് യാത്ര തിരിച്ച കപ്പലുണ്ടായ ആ ദുരന്തത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഇങ്ങനെ ഒരു കിംവദന്തി പരക്കുന്നുണ്ട്. അത് സത്യമാണോ ഉള്ളതാണോ എന്ന് എനിക്കറിയില്ല.
അതായത് പറയുന്നത് ആ കപ്പലിൻ്റെ ദുരന്തം ഉണ്ടാകുന്നതിന് മുൻപ് ഏതാണ്ട് 1 മണിക്കൂറിന് മുമ്പ് റേഡിയോയിൽ നിന്ന് ഈ പ്രക്ഷേപണം, റേഡിയോയിൽ നിന്ന് ഈ ഇൻഫർമേഷൻ അവരെ അറിയിച്ചുകൊണ്ടേയിരുന്നു. നിങ്ങൾ ഈ ദുരന്തത്തിലേക്ക് പോവുകയാണ്, കപ്പൽ വേഗം അതിൻ്റെ ഡയറക്ഷൻ കപ്പൽ തിരിക്കും. 1 മണിക്കൂറിന് മുമ്പേ മുതലേ റേഡിയോയിൽ നിന്നും ആ പ്രക്ഷേപണം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇവരുടെ അതിൻ്റെ സംഘാടകരും അതിൻ്റെ പൈലറ്റും അതിൻ്റെ ആൾക്കാരെല്ലാം കപ്പലിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും അതിൻ്റെ സ്പീഡിനെക്കുറിച്ചും അതിൻ്റെ ക്ഷമതയെക്കുറിച്ചുമുള്ള പരീക്ഷണത്തിൽ കൂടുതൽ തിക്കും തിരക്കിക്കുന്നത് അതെല്ലാം പരീക്ഷണത്തിൻ്റെ ആ മേഖലയിലായിരുന്നു അവരെല്ലാം. അവരുടെ ഉണ്ടാകാൻ പോകുന്ന ദുരന്തത്തെക്കുറിച്ച് അറിയുന്നത് 15 മിനിറ്റ് മുമ്പ് മാത്രമാണ് അറിയാൻ സാധിക്കുന്നത്. 15 മിനിറ്റ് മുമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പൽ നമ്മൾ ഓടിക്കുന്ന പോലെ, നമ്മൾ ഓടിക്കുന്ന ട്രെയിൻ അല്ല, ഓടിക്കുന്ന ഒരു വാഹനത്തെ പോലെ കപ്പലിൻ്റെ അതിൻ്റെ ആംഗിൾ 1, 2, 3 എന്ന ആംഗിൾ തിരിച്ച് വേണം അതിന് ഡയറക്ഷൻ മാറ്റാൻ. അതിന് സമയം ധാരാളം എടുക്കും. അതിന് മുമ്പ് അത്യാഹിതം സംഭവിച്ചു പോയി അല്ലേ. കാനഡയ്ക്ക് അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ഏതാണ്ട് 4 കിലോമീറ്റർ അടിത്തട്ടിൽ, അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ ആ കപ്പലിന് ശേഷം നിറച്ചു. ഏതാണ്ട് 775 പേർക്ക് മാത്രമേ രക്ഷപ്പെടാൻ സാധിക്കത്തുള്ളൂ. ഇതെല്ലാം കർത്താവിനെ അറിയാം, ദൈവത്തെ അറിയാത്തോ ദൈവസ്നേഹമില്ലാത്തോ എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ദൈവത്തിൽ നമുക്കറിയാമല്ലോ. ഒരു കപ്പൽ യാത്ര, പൗലോസപ്പോസ്തലൻ യാത്ര ചെയ്ത ഒരു കപ്പൽ യാത്ര നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്. ആ കപ്പൽ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് തന്നെ, അതായത് റോം ഇറ്റലിയിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. കാരാഗത്തിൽ അവരെ ചോദ്യം ചെയ്യാൻ വേണ്ടി അവർ കൊണ്ടുപോകുന്ന ഒരു പ്രിസണറായിട്ട് ആ കപ്പലിൽ ഒരു അലക്സാണ്ട്രിയ കപ്പലിലേക്ക് മാറ്റുന്നതും അവിടെ നിന്ന് യാത്ര ചെയ്തിരിക്കുന്നതിന് മുമ്പൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പൗലോസപ്പോസ്തലൻ പിന്നെ ഒരു 200 യാത്രക്കാരുമായിട്ടുള്ളൊരു കപ്പൽ യാത്ര നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 24-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോസ്തലൻ 27-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ യാത്രയ്ക്ക് മുമ്പേ പൗലോസപ്പോസ്തലൻ പറഞ്ഞതാണ്, ഈ യാത്രയിൽ വളരെയേറെ ദുഃഖങ്ങളും ദുരിതങ്ങളും നമ്മുടെ ജീവിതം തന്നെ, കപ്പലിന് ദുരിതമെല്ലാം ഒരു അപകടം ഞാൻ കാണുന്നുണ്ട്. നമുക്ക് വേറൊരു കപ്പലിൽ പോകാൻ പക്ഷെ പൗലോസപ്പോസ്തലൻ അതിനെ പ്രഷർ ചെയ്യുകയോ അതിനു വേണ്ടി കൂടുതൽ അവരെ സ്വാധീനിക്കുകയൊന്നും ചെയ്യുന്നില്ല. അവരുടെ ഹിതമാണെങ്കിൽ അത് നടക്കട്ടെ, ദൈവത്തെ സമർപ്പിച്ച് യാത്ര ചെയ്തു. യാത്രയിലുണ്ടായ അപകടങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവസാനം മാസങ്ങളോളം കര കാണാതെ കടലിന് നടുക്ക് കിടന്നവർ, അവരുടെ യാത്ര ചെയ്തിരുന്ന ഏതാണ്ട് 200-ലധികം ആൾക്കാരുടെ അവരുടെ പ്രതീക്ഷകളെല്ലാം നശിച്ചിട്ട് അവർ പിന്നെ ദൈവം പൗലോസപ്പോസ്തലൻ പ്രത്യക്ഷനായിട്ട് ഇവർ കപ്പൽ യാത്ര ചെയ്യുന്നതിന് എല്ലാവരെയും ഞാൻ നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ ദാസനിലൂടെ അവരെല്ലാം രക്ഷപ്പെട്ട സംഭവങ്ങളൊക്കെ നമുക്ക് അപ്പോസ്തല പ്രവൃത്തികൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതുപോലെ ഒരു സംഭവം ഞാൻ എവിടെയോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു ദൈവത്തിൻ്റെ അമേരിക്കയിൽ താമസിക്കുന്ന ഒരു ദൈവദാസി, അവർ 30-ാമത്തെ ഫ്ലോറിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ആ ഡയറക്ഷനിലേക്ക് വളരെ ശക്തമായ കൊടുങ്കാറ്റടിക്കാൻ പോകുന്നു എന്നുള്ള ഇൻഫർമേഷൻ കിട്ടി, ഒരു വിവരം കിട്ടി. എല്ലാവരും അവിടെ നിന്ന് മാറിപ്പോയി. ഈ സ്ത്രീ മാത്രം മാറാൻ പറ്റില്ല. എന്തോ അവരുടെ ശരീരത്തിൻ്റെ ദൗർബല്യം കൊണ്ടാണോ അല്ലെങ്കിൽ മാറാൻ പറ്റാത്തോ അവരെ അറിയുന്നതുകൊണ്ട് എന്തോ അറിയില്ല, ഇവർക്ക് മാറാൻ സാധിച്ചില്ല. ആ 30-ാമത്തെ ഫ്ലോർ ആ നിലയിലിരുന്നു കൊണ്ട് അവർ ദൈവത്തെ പ്രാർത്ഥിച്ചു. ദൈവം ആ കൊടുങ്കാറ്റിൻ്റെ ഡയറക്ഷൻ മാറ്റിയ സംഭവം അവർ വിവരിക്കുന്നതായിട്ട് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ട് നമ്മുടെ കർത്താവ് he gathered wind in his fist. അവൻ കൊടുങ്കാറ്റിനെ തൻ്റെ കൈകളിൽ ഒതുക്കിയത് നമ്മൾ യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ വായിക്കുന്നു. അതാണ് നമ്മൾ ആശ്രയിക്കുന്ന കർത്താവ് ആരാണ്? നമ്മൾ ആശ്രയിക്കുന്ന കപ്പൽ, നമ്മൾ ആശ്രയിക്കുന്ന നമ്മൾ ആശ്രയിക്കുന്ന കർത്താവ് എത്ര ശ്രേഷ്ഠതയുള്ളതും എത്ര മഹിമയുള്ളവന്. നമ്മുടെ ഈ ജനതയുടെ ഈ വിശ്വാസമില്ലാത്ത പ്രവൃത്തികളെ കൊണ്ട് കണ്ടിട്ട് യെശയ്യാപ്രവാചകൻ പറഞ്ഞല്ലോ, എൻ്റെ മക്കൾ 2 തെറ്റ് ചെയ്തു എന്നാണ് പറയുന്നതാണ്. എൻ്റെ മക്കൾ 2 തെറ്റ് ചെയ്തു. ഒന്ന്, ജീവൻ്റെ ഉറടമായ എന്നെ അവർ ഉപേക്ഷിച്ചു, പകരം പൊട്ടക്കിണർ കുഴിച്ചിട്ടു. ദൈവത്തിൻ്റെ ജനത ചെയ്ത പ്രവർത്തനത്തെക്കുറിച്ചാണ് യെശയ്യാ പ്രവാചകൻ പറഞ്ഞത്. യിരെമ്യാ പ്രവാചകൻ പറഞ്ഞത്, ജീവൻ്റെ ഉറവയായ എന്നെ ഉപേക്ഷിച്ചു, പകരം പൊട്ടക്കിണർ അവർ കുഴിച്ചിട്ടു. ഉപേക്ഷിച്ചത് പോരാ, സാരമില്ല, ഇന്നൊരു പൊട്ടക്കിണർ കുഴിച്ചിട്ടു. അന്യദൈവങ്ങളെ സേവിക്കുന്ന ഒരു പ്രവണതയായിപ്പോയി. ദൈവത്തിൻ്റെ വചനം നമുക്ക് പിന്നെയും ശ്രദ്ധിച്ച് നോക്കാം. ദൈവത്തിൻ്റെ വചനം നമുക്ക് പിന്നെയും ശ്രദ്ധിച്ച് നോക്കാമല്ലോ. കർത്താവിൻ്റെ വചനം വന്ന്, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. ആ സത്യം നാം മനസ്സിലാക്കണം.
ദൈവത്തിന് നമുക്ക് വരുന്ന സ്ഥാനങ്ങൾ, മാനങ്ങൾ, അധികാരങ്ങൾ, എന്തെല്ലാം സ്ഥാനമാനങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. ആ സ്ഥാനമാനങ്ങളൊക്കെ നമ്മൾ കിട്ടുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുന്നത്? നമ്മുടെ ശക്തി കൊണ്ടും നമ്മുടെ ബലം കൊണ്ടും നമ്മുടെ ബുദ്ധി കൊണ്ടും ജ്ഞാനം കൊണ്ടും ഞാൻ ശരിയായിട്ട് ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചു കൊണ്ടാണ് നിനക്കതെല്ലാം നേടിയെന്നൊക്കെ കഴിയാമല്ലോ. ഒരിക്കലുമല്ല. അത് ദൈവത്തിൻ്റെ ദാനമാണെന്ന് മനസ്സിലാക്കാൻ കഴിയണം. നമുക്കറിയാം ദൈവത്തിൻ്റെ വലിയൊരു ദാസനായ ദാനിയേലിനെ തേടിയെത്തുന്ന പേർഷ്യ രാജ്യത്തിൻ്റെ 15 പ്രസിഡന്റന്മാരിൽ മുഖ്യനായിരുന്നു ദാനിയേൽ. ഈ 14 പ്രസിഡന്റ്മാരെയും ദാനിയേലിൻ്റെ കയ്യിലാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ദാനിയേലോ ഒരു ദൈവഭക്തൻ. ദാനിയേലെ തകർക്കാനും ഇല്ലാതാക്കാനും അവരെ മറ്റു പ്രസിഡന്റുമാർ ചെയ്ത ഓരോ പ്രവൃത്തികളും നമുക്ക് കാണാൻ സാധിക്കുന്നത്. എൻ്റെ സ്ഥാനമാനങ്ങളും 1 മാസം നിങ്ങൾ രാജാവിനെ മാത്രമേ ആരാധിക്കാവൂ എന്നുള്ള ഒരു വിളംബരം എടുത്തത് കൊണ്ടാണ്. ദാനിയേലിനെ തകർക്കാൻ വേണ്ടി മാത്രമാണ് ആ ഡിസിഷൻ എടുത്തത്, അവൻ്റെ പ്രവണത. പക്ഷെ ദാനിയേലിന് വേണം ഇങ്ങനെ പ്രാർത്ഥിക്കാനും, കർത്താവേ എൻ്റെ സ്ഥാനങ്ങളും മാനങ്ങളും നീ തന്ന സ്ഥാനമാനങ്ങളൊക്കെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ നിന്നെ മറുത്തു പറഞ്ഞത്, തള്ളിപ്പറയുന്നതൊക്കെ. നമുക്ക് മുടന്ത ന്യായങ്ങളൊക്കെ, ദൈവത്തോട് നമുക്ക് ധാരാളം മുടന്ത ന്യായങ്ങളൊക്കെ എന്നൊക്കെ പറയാം. പക്ഷേ അങ്ങനെയല്ല. എൻ്റെ സ്ഥാനമാനങ്ങളൊക്കെ എനിക്ക് തന്നത് ദൈവമാണ്. തരുന്നത് തരാതിരിക്കുന്നത് എൻ്റെ സ്ഥാനമാനങ്ങളല്ലല്ലോ എനിക്ക് ഇമ്പോർട്ടൻറ്റ്. ഞാൻ ദൈവത്തെ ആരാധിക്കുക, ദൈവത്തിൻ്റെ മകനായിട്ട് ജീവിക്കുക, ദൈവത്തിനായി ജീവിക്കുക, അതാണ് എൻ്റെ ലക്ഷ്യം. അതിലേക്ക് നീങ്ങി. അതുകൊണ്ടെന്താണ്, നാം ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ സകലതും നമുക്ക് സാധ്യമാകും. അസാധ്യമായിട്ടൊന്നും നമുക്ക് വരത്തില്ല. പക്ഷെ നാം ദൈവത്തിൽ പൂർണ്ണമായിട്ട് സമർപ്പിക്കണം. കഷ്ടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും എല്ലാം നമ്മളെ അലട്ടും. നമ്മുടെ പിന്നാലെ നമുക്ക് ഒരു ദൈവത്തിൻ്റെ വചനം പറഞ്ഞ ദൈവത്തിൻ്റെ ദാസന്മാർക്ക് കഷ്ടത ഉണ്ടാകും. അതാണ് പറയുന്നത്. ദൈവത്തിന് ഈ കഷ്ടത ഉണ്ടാകുമെന്ന് പറഞ്ഞ് ദൈവത്തെ ആശ്രയിക്കാതിരിക്കുന്ന എത്രയോ ആൾക്കാരുണ്ടറിയോ? എന്തിനാ പോയി കഷ്ടതകളൊക്കെ കേൾക്കുന്നത്? നമുക്കിങ്ങനെ ഒരു മീഡിയം സൈസിലങ്ങ് പോകാമെന്ന് പല ആൾക്കാർ വിചാരിക്കുന്നു. അവിടെയില്ല ഇവിടെയില്ലാത്ത മീഡിയം സൈസിൽ പോകാം, അങ്ങനെയൊക്കെയാണ് വിചാരിക്കുന്നുണ്ട്. പക്ഷെ ദൈവത്തിൽ ആശ്രയിക്കുന്ന നമുക്ക് കഷ്ടങ്ങൾ ദുരിതം, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഈ ലോകത്തിലുള്ള സുഖസമൃദ്ധിക്ക് വേണ്ടി മാത്രമല്ല, അത് അവൻ്റെ ഹൃദയത്തിന് അവന് നൽകുന്ന ഒരു ഉറപ്പാണ്, ഒരു സങ്കേതമാണ്, അവന് നൽകുന്ന ഒരു സമാധാനമാണ്. ഏറ്റവും വലുത് നീ യഥാർത്ഥത്തിലൊരു ദൈവദാസനാണ്. യഥാർത്ഥത്തിലൊരു ദൈവദാസൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിലൊരു ദൈവദാസന്റെ പ്രത്യേകത എന്താണ്? യഥാർത്ഥ ദൈവദാസനുണ്ടാകുന്ന ഏറ്റവും വലിയ ഗുണം അവനൊരു നല്ല മനസാക്ഷി ഉള്ളതെന്നാണ്. നല്ല മനസാക്ഷി എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ മറ്റുള്ളവർക്ക്, അതായത് ഞാൻ ദൈവത്തിൻ്റെ നിരീക്ഷണത്തിലാണ് നിൽക്കുന്നത്. ഐ എം അണ്ടർ ഹിസ് സർവൈലൻസ്. ഞാൻ ദൈവത്തിൻ്റെ നിരീക്ഷണത്തിൽ ഞാൻ നിൽക്കുന്ന ഓരോ പ്രവൃത്തിയും, ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും, ഞാൻ എൻ്റെ വായിൽ നിന്ന് ഓരോ പ്രവൃത്തിയും അത് ദൈവത്തിന് പ്രസാദമുള്ളതായിരിക്കണം എന്നുള്ള നിശ്ചയമാണ്, തീരുമാനമാണ്. അതാണ് നല്ല മനസാക്ഷി. ഇപ്പോൾ ചിലർക്ക് നല്ല മനസാക്ഷി ഇല്ലാതിരിക്കും. അത് അവരുടെ കുറ്റമല്ല. അവർക്ക് അങ്ങനെ നല്ല മനസാക്ഷി, അവർക്ക് മറ്റുള്ള ഒരു സ്വാർത്ഥ മനോഭാവത്തിന് വേണ്ടിയും ചില സ്വാർത്ഥ മനോഭാവത്തിന് വേണ്ടിയും ചില നൈമിഷികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയും അവർ ഉപയോഗിക്കുന്നത്, അവർക്കതങ്ങനെ അവർ ചെയ്യുന്നത് അത് അവരുടെ അറിവോടുകൂടി അല്ല. സാത്താൻ്റെ കയ്യിൽ ഉപകരണമായി അവർ മാറുമ്പോഴാണ് അവരൊക്കെ സംഭവിക്കുന്നത്. നമുക്ക് അവരോട് ദേഷ്യമോ കോപമോ ഒന്നും പെടാൻ പാടില്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ദൈവമേ, ഒരു നല്ല മനസാക്ഷി ഇല്ലാത്ത ഒരാൾ ഇവിടെ പ്രവർത്തനം കാണുമ്പോൾ നമ്മൾ അവരോട് ദേഷ്യപ്പെടുകയോ കോപിക്കുകയോ ഇപ്പം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഉള്ളവരിക്കട്ടെ, അവർക്കൊരു രോഗം വന്നു, അവർക്ക് രോഗം വന്നു, നമ്മൾ അവരെ വെറുക്കത്തില്ല. ആ രോഗത്തെയാണ് നമ്മൾ വെറുക്കുന്നത്. അതുപോലെ അവർ സാത്താൻ്റെ കയ്യിൽ ഉപകരണമായി പോയത് അത് അവരുടെ കുറ്റമല്ല. സാത്താൻ അവരുടെ കയ്യിൽ ഉപകരണമാക്കിയപ്പോൾ നമുക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ എന്താണ്? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവേ, ദൈവത്തിൻ്റെ സ്നേഹം അവർക്ക് അല്പം കൊടുക്കുക. കർത്താവേ, ദൈവത്തിൻ്റെ സ്നേഹം അവരുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ സ്വാർത്ഥതയെല്ലാം മാറും. അവരുപയോഗിക്കുന്നത് സാത്താൻ്റെ ഉപകരണമാണ്. അതാണ് ഈ കോപം, വൈരാഗ്യം, പകവോട്ടൽ, ഇതൊക്കെ സാത്താൻ്റെ ഉപകരണമാണ്. ആ സാത്താൻ്റെ കയ്യിൽ നിന്ന് അവർ മോചിപ്പിച്ചു കഴിഞ്ഞാൽ അവർ പിന്നെ ഒരു പുതിയ ജീവിതം. അതല്ല ദൈവത്തിന് പരിശുദ്ധമായ ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. നമ്മൾ പുതിയ സൃഷ്ടിയാകുന്നത് എന്തിനാണ്? അത് നമുക്ക് വേണ്ടിയാണ്, നമ്മുടെ ഉറപ്പാണ്, നമ്മുടെ സങ്കേതമാണ്. ഇതെല്ലാത്തിനു ശേഷം നമുക്ക് നിത്യജീവനം കർത്താവ് നൽകുന്നുണ്ട്. ഈ ലോകത്തിലെ ജീവിതം എത്രമാത്രം വേണം, എന്നവസാനിക്കും, എപ്പോൾ അവസാനിക്കും ആർക്കറിയാം. അധികാരവും സ്ഥാനവും മാനങ്ങളും എല്ലാം നിന്നെ ഒഴിയും, അല്ലെങ്കിൽ അത് നിങ്ങളെ വിടും. അതൊരു സത്യമാണ്. പക്ഷെ നമ്മൾ കർത്താവിനെ ആഗ്രഹിക്കണം. ദൈവത്തിൽ ആശ്രയിക്കുമ്പോഴോ അവൻ നമ്മളെ ഒരിക്കലും കൈവിടുകയില്ല. അവൻ കൈവിടാൻ അവന് സാധിക്കുകയില്ല. അവൻ കൈവിട്ടാലും ചില സാഹചര്യങ്ങൾ, നമുക്ക് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാലും നമുക്ക് ദൈവമേ എനിക്കിങ്ങനെ സംഭവിച്ചു പോയല്ലോ കർത്താവേ, നമ്മൾ
നമ്മൾ നീരസപ്പെട്ടാലും അവൻ നമ്മളോട് നീരസപ്പെടത്തില്ല. നാം മുഖം തിരിഞ്ഞാലും അവൻ നമ്മളെ കൈക്ക് പിടിച്ച് വലിക്കും. ഇങ്ങോട്ട് എവിടെയാണോ നീ പോകുന്നത്, ഇങ്ങോട്ട് പോടാ, ഞാനാണ് നിന്റെ കർത്താവ്. അതാണ് നമ്മുടെ കർത്താവിൻ്റെ സ്നേഹം. ഈ കർത്താവിൻ്റെ സ്നേഹം ആസ്വദിക്കാൻ നമ്മളൊന്ന് ശ്രമിച്ചു നോക്കാൻ വേണ്ടിയുള്ളൂ. നിന്ന് കൊടുക്കുക മാത്രമേ വേണ്ടൂ. ആ കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് നമുക്ക് വരാം, അവനിലേക്ക് നമുക്കൊന്നാകാം. ആ കർത്താവ് നമ്മൾ അത്ഭുതകരമായി ഈ ലോക സുഖങ്ങളും സാധനങ്ങളും മാനങ്ങളും വൈരാഗ്യങ്ങളും എല്ലാം കളഞ്ഞിട്ട് നമുക്ക് കർത്താവിനെ വിളിച്ച് ആശ്രയിക്കാം. ആ കർത്താവ് നിന്നെ അത്ഭുതകരമായി വഴി നടത്തും. നിൻ്റെ രോഗങ്ങളും നിൻ്റെ പ്രശ്നങ്ങളും നിൻ്റെ പ്രോബ്ലങ്ങളും എല്ലാം ഓരോന്നായിട്ട് അവനടുത്ത് കൈകാര്യം ചെയ്ത് നിനക്ക് സന്തോഷം തരും. അല്പനേരം പ്രാർത്ഥിക്കുക, ആ ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യുക. നമുക്ക് കർത്താവിനോട് താമസിക്കുക. അതിന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.